പോകുന്നത് മേപ്പാടിയിലേക്കാണ്. മേപ്പാടിയിൽ അവിടെ CV അനുമോദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, നമ്മൾ മേപ്പാടിയിൽ അന്ന് ഒരുപാട് ക്യാമ്പുകളിലും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴെന്താണ് അവിടുത്തെ അവസ്ഥ? മേപ്പാടിയിലെ അവിടെയുള്ള ജനങ്ങൾ എന്ത് പറയുന്നു? ഈ പുനരധിവാസമൊക്കെ അവരുടെ പ്രതീക്ഷകളിലാണെങ്കിൽ പോലും ഇപ്പോൾ അവർ വാടക വീടുകളിലേക്കൊക്കെ മാറിയിട്ടുണ്ടാകുമല്ലോ. എന്താണ് സാഹചര്യം? ഭൂമിയിലെ കാഴ്ചകൾ എത്രമാത്രം ഭീകരമാണ്. ജീവൻ മാത്രം തിരിച്ചു കിട്ടിയ ഒരു കുടുംബത്തോടൊപ്പമാണ് അവർ. അവരുടെ സഹോദരിയുടെ അടുത്താണുള്ളത്. അനീഷേട്ടനും വൈഫും. അവർ ഈ ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ അവരുടെ പ്രിയപ്പെട്ടതൊക്കെ ആ ദുരന്തത്തിൽ ഇല്ലാതെയായി, ഓർമ്മയായി. അവരിപ്പോൾ അവരുടെ സഹോദരിയുടെ കൂടെ ആണ് ഉള്ളത്. നമുക്ക് അവരോട് തന്നെ സംസാരിക്കാം. അനീഷേട്ടാ, ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മാത്രം. അത്രേ ഉള്ളൂ, ജീവൻ മാത്രമേ ഉള്ളൂ. ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളെല്ലാം നഷ്ടപ്പെട്ടു. എന്താ പറയേണ്ടതെന്ന് വരെ അറിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ചൂരൽമലയിലായിരുന്നു അല്ലേ? ഞാൻ ചുരമലയിൽ നിന്ന് ഒരു കിലോമീറ്റർ കറക്റ്റ് എൻ്റെ വീട്ടിലേക്ക്. ഞാനിവിടെ കുറേ കാലമായി അവിടെ താമസിക്കുന്നു. പക്ഷേ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനൊരു സംഭവം പോലും ചെറിയ തോതിൽ പോലും നമ്മളവിടെ അറിഞ്ഞിട്ടില്ല. സാധാരണ എല്ലാ മഴയത്തും ഞാനിവരെ കൽപ്പറ്റയ്ക്ക്, ഭാര്യനെയും കുട്ടികളെയും എല്ലാവരും ഞാൻ കൽപ്പറ്റയിലേക്ക് അവരെ അമ്മേൻ്റെ വീട്ടിലേക്ക് അയക്കലാണ്. പക്ഷേ ഈ പ്രാവശ്യം അത് പറ്റിയില്ല. നമുക്കത് അതിനുള്ള ഒരു സമയം കിട്ടിയില്ല. ജീപ്പ് ഉണ്ടായിരുന്നല്ലോ ചേട്ടൻ? ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. ജീപ്പും വീടെല്ലാം അന്നത്തെ രാത്രി തകർന്നു. ഞങ്ങൾ മൊത്തം 7 പേരുണ്ടായിരുന്നു വീട്ടിൽ. 7 പേരിൽ രാത്രി സമയം കറക്റ്റ് അറിയില്ല. ഇത് സംഭവിക്കുന്നതിൻ്റെ മുമ്പ് ചെക്കന് ഇതേപോലെ തലയൊക്കെ വേർത്തിട്ട് ഞാനൊന്ന് അവിടെയുള്ള ബുക്ക് എടുത്തൊന്ന് വീശി കൊടുത്ത് ലൈറ്റ് ഇട്ട് നോക്കിയ സമയത്ത് കറണ്ട് ഇല്ലായിരുന്നു. ആ സമയത്ത് കറണ്ട് ഇല്ലാണ്ട് സമയം എനിക്ക് കറക്റ്റ് നോക്കാൻ പറ്റിയില്ല. ഞാൻ മൊബൈൽ അടുത്ത് വെക്കല്ല, റൂമിൽ വെക്കല്ല. ചെറിയൊരു ഗുഡ്സ് റൂമിലാണ് കിടക്കൽ. അപ്പോൾ 2 പേര് കിടക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വേർക്കും. അപ്പോൾ അവൻ്റെ തലയൊക്കെ വേർത്തിട്ട് ഞാൻ ഇങ്ങനെ അവിടെ കിടക്കുന്ന ബുക്ക് എടുത്ത് ഇങ്ങനെ വീശി കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും എന്നെ കുട്ടീനെ കിടത്തിയിട്ട് കിടന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ ചോദിച്ചു, എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് പുഴയിൽ കൂടെ പൊയ്ക്കോളും, നീ കിടന്നോന്ന് പറഞ്ഞിട്ട് നീ പുതപ്പെടുത്ത് മേലിലിട്ടതേ ഓർമ്മയുള്ളൂ. അപ്പോഴത്തേക്ക് മൊത്തത്തിൽ വെള്ളം വന്ന് വീട് മൊത്തം അടിച്ചിട്ട് പോയി. ഇത് വെള്ളം മാത്രമല്ല, ശരിക്കും ഞങ്ങളൊരു ചള്ളി കുഴച്ചൊരു അതിലൂടെയാണ് ഇങ്ങനെ കിടന്ന് കറങ്ങി കുറേ ദൂരം കറങ്ങി. അതിൻ്റെ ഇടയിൽ ഈ കല്ലും മണ്ണും മരക്കഷ്ണങ്ങളൊക്കെ വന്ന് അടിച്ച് ഞങ്ങളൊരു മൂലയിൽ കൊണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് എഴുന്നേറ്റതും എനിക്ക് തലയിലൊക്കെ കല്ലൊന്ന് അടിച്ചിട്ട് എനിക്കൊരു ഇത് കിട്ടണില്ല. നമ്മൾ കിടന്ന സ്ഥലമല്ല ഇതൊക്കെ സംഭവിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തെത്തി എന്നുള്ളൊരു ഇതിലാണ്. അപ്പം നമുക്ക് ഏതിലാണ് പോകേണ്ടതെന്ന് അറിയണില്ല. ഒരു 5 സെക്കൻഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും പരന്നുപോയി. മൊത്തം ഫുള്ളായിട്ട് പരന്നുപോയി. എല്ലാ ഭാഗവും പരന്നുപോയി. അപ്പോൾ കുറേ ദൂരമാണ്. എങ്ങോട്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിലും ദൂരമാണ്. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് കയറാൻ നോക്കുമ്പോൾ കുറച്ച് കട്ടിങ്ങാണ്. അപ്പോൾ കുറേ ആളുകൾ ടോർച്ചടിച്ചിട്ട് മുകളിലൂടെ വന്നു. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഞാൻ എൻ്റെ വീണ് എഴുന്നേറ്റതും ഞാൻ എൻ്റെ മക്കളെ 3 പേരെ ഒന്ന് വിളിച്ചതിൽ ഒരുത്തും വിളി കേട്ടു. പക്ഷെ അത് എവിടുന്നാന്നറിയില്ല. അപ്പം ഞങ്ങൾ കിടക്കുന്ന ഒരു ബെഡ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇതിൽ. അപ്പം ഞാനത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ എങ്ങനെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി അത് പിടിച്ച് വലിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും ബെഡും കൂടി താഴെ വീണു. അതുകൊണ്ട് പിന്നെ എഴുന്നേറ്റ് ഞാൻ പിന്നെയും വിളിച്ചു, ഇവളും കുറേ വിളിച്ചു. അപ്പോൾ ഇവർക്ക് ആ സമയത്ത് കുറച്ചു നേരം മിണ്ടാനും ഇതിനെ പറ്റിയുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ അടി കുടുങ്ങിയ സമയത്ത് കുറച്ച് മൊത്തം തരിച്ചു പോയി. അതിൽ കുറച്ചു നേരം ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. അപ്പം ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചു. അപ്പോൾ ഒരു വട്ടം ചെക്കന് മോന് എന്നോട് ഏന്ന് കേട്ടു. പിന്നെ ഞാൻ പിന്നെയും കൂടുതൽ നേരം വിളിച്ചപ്പോൾ അവൻ വിളി കേൾക്കണില്ല. പിന്നെ അവർ കരയുണ്ടോ വിളിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കേൾക്കാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ചെവിയിൽ മുഴുവൻ മണ്ണ് നിറഞ്ഞ്, കണ്ണിലൊക്കെ മണ്ണ് നിറഞ്ഞിട്ട്
നമുക്ക് ആകെ ഇതായിപ്പോയി. പിന്നെ മേല് മൊത്തം മുറിയായിരുന്നു. അതായത് വെള്ളത്തിൽ കൂടെ അല്ല ഞങ്ങളെ വലിച്ചിട്ട് പോയത്, ഈ ചളി കുഴച്ചൊരു ചളീൻ്റെ അകത്ത് ഇട്ടിട്ട് വലിച്ചിട്ട് പോയത്. നമുക്ക് മൊത്തം മേത്തൊക്കെ മുറിയായി. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഈ മരക്കഷ്ണങ്ങളും കല്ലും ഓരോന്നും വന്നടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ആളുകൾ അതിൽ മുകളിലൂടെ പോകുമ്പോൾ ഞങ്ങൾ കുറേ സഹായം ചോദിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരാരും അടുത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഇവള് പറഞ്ഞ നേരം വെളുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനവിടെ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ മഴ കൂടുതലായി കഴിഞ്ഞപ്പോൾ ഈ ചളി മുഴുവൻ ഇങ്ങനെ ഒലിച്ചിറങ്ങാൻ തുടങ്ങി. ഈ ഒലിച്ചിറങ്ങുമ്പോൾ ഈ മുറിൻ്റെ മേലെ കൂടെ ഒക്കെ ഇങ്ങനെ ആകുമ്പോൾ നീറ്റൽ കൂടി. നമ്മൾ ആ ചളിയിൽ കൂടെ ഒക്കെ വന്നിട്ട് മൊത്തം തണുത്ത ഐസായിപ്പോയി നമ്മൾ കായും കാലൊക്കെ. പിന്നെ എനിക്ക് എണീക്കാനൊന്നും പറ്റാണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ കൂടുതൽ നേരം അവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മളെ ബാക്കിയുള്ളതും കൂടി രക്ഷപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ പിന്നുള്ള ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. എനിക്ക് സ്വന്തം രക്ഷപ്പെടാനേ പറ്റുള്ളൂ. എനിക്ക് വേറെ ആരും തിരയാനോ. ആ എഴുന്നേറ്റ സമയത്ത് 2-3 പ്രാവശ്യം ഒന്ന് തിരഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ സൗണ്ട് കേൾക്കണില്ല, ഇരുട്ടാണ് മൊത്തം, നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. കുട്ടികൾ പിന്നെ ഒച്ച ഉണ്ടാക്കണ്ടോന്ന് എനിക്കറിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ചെവിയിലൊക്കെ മണ്ണ് ഇറഞ്ഞുകൊണ്ട് ഒന്നും കേൾക്കില്ല. പിന്നെ ഞാൻ ഈ പോകുന്നതിനനുസരിച്ച് ചെവി ഫുള്ള് ക്ലീൻ ചെയ്ത് ഇങ്ങനെ കൈയിട്ടിട്ട് മാറ്റിയാണ് പോയത്. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് ദൂരത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പോയിട്ട് പറഞ്ഞു, ഞാൻ ഈ നിരങ്ങിയാണ് എല്ലായിടത്തേക്കും പോകുന്നത്. നിരങ്ങിപ്പോയിട്ട് കയ്യിലൊക്കെ പിടിച്ച് ഞാൻ പോരാന്ന് പറഞ്ഞിട്ട് പോയി. ഇവളെയും വലിച്ച് കുറച്ച് ദൂരം വലിച്ചപ്പോൾ എനിക്ക് നെഞ്ഞുവേദന എടുക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും നിരങ്ങി കയറി വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളോട് നേരം വെളുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ എന്നെ ഒരാൾ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പോൾ അയാളടുത്ത് കൂടെ വേണം ഞങ്ങളിങ്ങനെ കയറിപ്പോണം. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, മാമനാണോ ചോദിച്ചു. അപ്പോൾ എൻ്റെ ചേച്ചീൻ്റെ മോനെ, ഗൂഡല്ലൂരിൽ നിന്ന് വന്ന ചേച്ചീൻ്റെ മോനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ കുട്ടനാണോ ചോദിച്ചു ഞാൻ അവനോട്. അപ്പോൾ മാമ, ഞാനാണ്, എൻ്റെ കാല് മാത്രമേ ഉള്ളൂ കുടുങ്ങിയിട്ട്, ഒന്ന് എടുത്തു വിട്ടാൽ ഞാൻ എഴുന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ തള്ളി നോക്കിയപ്പോൾ എൻ്റെ ജീപ്പ് വന്നിട്ട് അവൻ്റെ കാലൊന്ന് അടിച്ച് ലോക്കായിപ്പോയി, എൻ്റെ കാല്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, മാമനൊരു ഐഡിയ, ആദ്യം ആരെങ്കിലും പോയിട്ട് മുകളിൽ പോയിട്ട് ആരെങ്കിലും പോയി കൂട്ടിയിട്ടോ, എന്നാലേ നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുകളിലേക്ക് കയറി പോകുമ്പോൾ മുകളിലൂടെ കുറേ ആൾക്കാർ ടോർച്ചടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നീ ആദ്യം ഫസ്റ്റ് കയറി വാ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കയറിയിട്ട് കാര്യമില്ല, എൻ്റെ ബാക്കിയുള്ളവരൊക്കെ താഴെ ഉണ്ട്. ഈ വെളിച്ചടിച്ച് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അവിടെ തിരയാൻ കഴിയുമായിരുന്നു, പക്ഷെ ഇവരാരും താഴേക്ക് വരുന്നില്ല. അപ്പോൾ നീ ആദ്യം മുകളിലേക്ക് കയറി, ബാക്കിയുള്ളവരെ ഞങ്ങൾ രക്ഷിച്ചോളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ മുകളിലേക്ക് കയറി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടന്മാർ വന്നു ഇവള് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് ഇവളോട് പിന്നെ ഏട്ടന്മാർ വന്നിട്ട് ഇവളെ ഫസ്റ്റ് അറിയില്ല എന്ന് പറഞ്ഞു, ആരാന്ന് അറിയില്ല, നമുക്ക് ആദ്യം ഇവക്ക് ജീവനുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇവളെ എടുത്തിട്ട് പോകാം, ആദ്യം നമുക്ക് ഇവനെ കുടുങ്ങിയത് ചേച്ചീൻ്റെ മോനാണ്, അപ്പോൾ അവനെ രക്ഷിക്കാൻ, എന്നിട്ട് രണ്ടുപേരെ എടുത്തു പോകാമെന്ന് പറഞ്ഞിട്ട് ആണ്. പിന്നെ അവരെ രക്ഷിക്കാൻ നോക്കിയ സമയത്ത് ഒരു കമ്പി ഇങ്ങനെ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും മുകളിലുള്ള ആളുകൾ താഴെ വന്ന്, അപ്പോൾ ഇവളെ എടുത്തിട്ട് പോകാൻ പറഞ്ഞവർ. അങ്ങനെ ഇവളെ ഒരു മെല്ലെ പിടിച്ച് അവർ മുകളിലേക്ക് കയറ്റി. ഇവളെ മുകളിലേക്ക് കയറ്റി. അപ്പോൾ പിന്നെ ചേച്ചീൻ്റെ മോനെ ഇവർ ഏട്ടന്മാർ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ ജീപ്പിൻ്റെ അടിയിൽ പോയിട്ട് ഒരു കമ്പി ഇങ്ങനെ വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കാല് റിലീസാവും. അപ്പോൾ അത് വലിച്ചു പിടിക്കാൻ വേണ്ടി താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മുകളിലുള്ള ഏട്ടൻ പറഞ്ഞ്, പിന്നെ ഏട്ടാ പൊട്ടുന്നുണ്ട്, എന്തോ ഒരു സൗണ്ട് ഉണ്ട്, കല്ലിങ്ങനെ ഞെരങ്ങാണ്, അതായത് പൊട്ടി വരികയല്ലേ, ഇത് വെള്ളം ഇങ്ങനെ ലോഡായി നിന്നിട്ട് അപ്പം അത് തള്ളിയിട്ട് വരുന്ന പോലത്തെ ഒരു സൗണ്ടാണ്. അതായത് ഇങ്ങനെ പാറ തമ്മിൽ വരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഓടിക്കോന്ന് പറഞ്ഞു. ഓടിക്കോന്ന് പറയണതിൻ്റെ ഇടയിൽ അപ്പത്തേക്കും ഓടിക്കോന്ന് പറയുമ്പോഴത്തേക്കും വെള്ളം വന്ന് ഇവൻ ജീപ്പിൻ്റെ മുകളിൽ കൂടെ എടുത്ത് ചാടി മുകളിൽ കൂടെ കയറിപ്പോയി, ഏട്ടനും മുകളിൽ കൂടെ കയറിപ്പോയി. അപ്പം എൻ്റെ ചേച്ചീൻ്റെ മോൻ ലാസ്റ്റായിട്ട് അവരോട് പറഞ്ഞു, മാമ എന്നെയും കൂടി കൊണ്ടുപോകുമോ എന്ന് മാത്രമേ പറഞ്ഞു. ഓക്കെ, അവനെ പിടിക്കാൻ പറ്റൂല, ഒരു 2 സെക്കൻഡിൽ ഇതിൽ രണ്ടുപേരും കഴിച്ചില്ലായത്, അല്ലെങ്കിൽ എൻ്റെ രണ്ടേട്ടന്മാരും അതിൽ പോകേണ്ടതായിരുന്നു. അപ്പോൾ ഈ ഓടിപ്പോയിട്ടൊരു കമ്പി വേലി ഉണ്ടായിരുന്നു, അതിൽ കയറി പിടിച്ച് അതിനോട് കഴിച്ചില്ല എന്നാണ് പറഞ്ഞവർ. അതേപോലെ തന്നെ രക്ഷ. ഞങ്ങൾ കുറച്ചു നേരം കൂടി നിൽക്കുകയാണെങ്കിൽ ഞങ്ങളും അതേപോലെ പോകായിരുന്നു. എന്നാ പിന്നെ ഇത്രയും ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. ഇപ്പോഴും ചെവിയിൽ കേൾക്കുക, അമ്മായി പോവല്ലേ, മാമ പോവല്ലേ, രക്ഷിക്കുന്നു പറയുന്ന ഇങ്ങനെ ചെവിയിൽ കേട്ടുകൊണ്ടേ ഇരിക്കുക. പിന്നെ നടുത്തവൻ അച്ചാന്ന് വിളിച്ചു, അവർ വിളിയെ കേട്ടുള്ളൂ. പിന്നെ ഞാൻ വിളിക്കുന്നുണ്ട്, നന്ദു, ഷാനെ, തേജു എന്നൊക്കെ ഉറക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഒരാളും മിണ്ടുന്നില്ല. ചോറൊക്കെ തിന്ന് സന്തോഷമായിട്ട് കിടന്നതാ. പിന്നെ മക്കളെ കണ്ടില്ല.
അവരെ കണ്ടെത്താൻ കഴിഞ്ഞോ? പിന്നെ ഇല്ല, അവരെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടില്ല, ഞങ്ങളുടെ മക്കളെ രണ്ടാളെ 2 ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടി. പിന്നെ രണ്ടാളെ അമ്മേനെയും വരെ മൂത്ത മോനെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർ DNA ടെസ്റ്റിൽ അറിഞ്ഞു. ഇവിടെ മറ്റേ പുത്തുമല ഇതിലുണ്ടായിരുന്നു. ഞങ്ങൾ പോയി കണ്ടു. ഞങ്ങൾക്ക് അങ്ങനെ കാണാനേ കഴിഞ്ഞുള്ളൂ. അങ്ങനെ കണ്ടു, അല്ലാതെ ഞങ്ങൾക്ക് അവരെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിലും പോയി കണ്ട് എല്ലാവരും കുറച്ച് കിട്ടിയിട്ടുള്ളൂ. പകരം തരാനോ തിരിച്ചു തരാനോ ഒന്നും കഴിയാത്തതാണ് നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടത്. ഇപ്പോൾ നമ്മളൊക്കെ നിങ്ങളുടെ കൂടെ അതിജീവനത്തിൻ്റെ പാതയിലുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളാരും ഒറ്റപ്പെടുത്തുകയും ചെയ്യില്ല. ഈ ലോകം ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയില്ല. എല്ലാവരും പറയും ആൺകുട്ടികളാണ്, 3 ആൺകുട്ടികളാണ്, ഭാഗ്യാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇങ്ങനൊരു ഭാഗ്യാണ് കിട്ടിയതെന്ന് അറിഞ്ഞില്ല. അച്ഛൻ അവരെ ഹീറോ ആയിരുന്നു. അച്ഛൻ രക്ഷിക്കും മക്കൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കണ്ണ് കാണുന്നില്ല, അടിച്ചടിയില് ഈ ഭാഗം മൊത്തം പോയി. ഒന്നും കാണാൻ പറ്റിയില്ല. മക്കളെ പോലൊന്നും ആ കട്ടിലിൽ കിടക്കുന്ന മക്കളെ കൈ പോലും പിടിക്കാൻ ഞങ്ങൾക്കുള്ളൊരു അവസരം ദൈവം തന്നില്ല. ഒച്ച വരുമ്പോഴത്തേക്കും എന്താ ഏട്ടാ ഒച്ചാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അടി വീണു. മക്കളെടുക്കാനോ അവരൊന്ന് പിടിക്കാനോ ഒന്നിനും പറ്റിയില്ല. പിന്നെ പോയിരുന്നോ? ഞാൻ ഒരു വട്ടം പോയി, ഒരു പ്രാവശ്യം പോയി. അവിടെ എനിക്കിനി ബാക്കിയായിട്ട് ഞങ്ങൾ അവസാനമായിട്ട് പുതച്ചൊരു പുതപ്പിന്റെ ഒരു കഷ്ണം കിട്ടി. അപ്പം അത് ഞാൻ എടുത്തു കൊണ്ടുവന്നു. ചേച്ചീൻ്റെ മോന് ഞാനൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചീൻ്റെ മോൻ അതെടുത്ത്, അത് മാത്രമേ അവിടെ ബാക്കിയായിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഇനിയുള്ള, നമുക്ക് മുന്നോട്ട് പോകണമല്ലോ. ഇതെല്ലാം നമുക്ക് മറക്കാൻ കഴിഞ്ഞാലല്ല, പക്ഷെ മുന്നോട്ട് പോകണമല്ലോ. എന്തെങ്കിലും സഹായം സർക്കാർ എന്തൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്? ഉപജീവനത്തിന് എന്തെങ്കിലും വഴി ആരെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? DYFIൻ്റെ ഇതിൽ എനിക്ക് ജീപ്പ് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പിന്നെ നമ്മളോട് പോയി കണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ, അവരുടെ ഇഷ്ടത്തിനല്ല നിങ്ങളെ ഇഷ്ടത്തിന് ഏതാണോ, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ഞങ്ങൾ ചെയ്തു തരാമെന്നുള്ളത്. ഞാനത് 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ചയായിട്ട് ആശുപത്രി കിടന്നു. അപ്പം അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് 1 വർഷത്തേക്കുള്ള ഫുള്ള് എല്ലാം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ജീപ്പിൻ്റെ കാര്യം അത് ഞങ്ങൾ ചെയ്തു തരാം. അതിന് എത്ര രൂപയായാലും നോക്കണ്ട, വേറെ ആരോടും ഏൽക്കണ്ട, ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇന്ന് എനിക്കത് 10-11 മണിയാകുമ്പോൾ കൈമാറാമെന്ന് പറഞ്ഞിരുന്നു. ഇതിപ്പോൾ ചേച്ചിയുടെ വീടല്ലേ? ഞങ്ങൾക്ക് പിന്നെ മാനുവലൊരു വീടെടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് റെഡി ആവണില്ല. ഞങ്ങൾ മൊത്തത്തിൽ 4 കുടുംബം. ഞങ്ങൾക്ക് പെട്ടെന്ന് എവിടെയും പോകാൻ പറ്റൂലല്ലോ. ഇവനെയും കൊണ്ട് ക്യാമ്പിൽ പോയി നിൽക്കാനും പറ്റൂല. അപ്പോൾ പിന്നെ ഞങ്ങൾ 4 കുടുംബവും കൂടി ഒരുമിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുത്ത വീടാണ്. ഞാനും ചൂരമലയാണ് താമസിക്കുന്നത്, എസ്റ്റേറ്റിലാണ് പണിക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവർ രണ്ടാളെയും ഒരുമിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും വിടാനും കഴിയില്ല. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കുറച്ച് ആ വിഷമങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് പിന്നീട് പിന്നെ അവിടെ ഒരു വീട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മാറാം എന്നുള്ള ഒരു ഇതിലാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാണിക്കുന്നത് അതൊക്കെ ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കാണിക്കുന്നത് ഫ്രീ ആയിട്ട്. ഇനി എവിടെയൊക്കെയാണ് പരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ചെവിൻ്റെ പാടകുട്ടി റെഡിയാവുന്നാ പറഞ്ഞു. പിന്നെ മൊത്തം വേദനയാണ്. അത് കല്ലും ഇതൊക്കെ വന്ന് അടിച്ചതിൻ്റെ വേദനകളാണ്. പിന്നെ തലേൻ്റെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റെഡി ആവേണ്ടതാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഇത് മൊത്തമായിട്ട് ഇവിടെ ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റീല് വെച്ചിട്ടുള്ള ഇതാ ചെയ്തത്. പിന്നെ കമ്പി ഇട്ടിട്ടുണ്ട്. അതിനിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞെടുക്കാം. പിന്നെ വാരിയിൽ പൊട്ടിയിട്ടുണ്ടൊന്ന്, അത് റെസ്റ്റ് എടുക്കണം എന്നാണ് പറഞ്ഞത്. പണിയെടുക്കാനുള്ള കരുത്ത് ഉണ്ടാവട്ടെ. ഞങ്ങൾ കൂടെയുണ്ട്. വാക്കായിട്ട് മാത്രമല്ല, എല്ലാത്തിലും ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. എൽദോ നമുക്കിതിൽ കൂടുതലൊന്നും ഇവരോടിനി ഇപ്പോൾ ചോദിക്കാൻ കഴിയില്ല, ചോദിക്കാനും പാടില്ല. നമുക്കിവരുടെ ആ വേദന മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ഇവർക്കൊപ്പം നിൽക്കാം.
അവർക്ക് എന്ത് വേണമെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് എങ്ങനെയാണോ സഹായം ചെയ്യേണ്ടത് അതെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാം എന്ന് മാത്രമാണ് എന്തോ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയാം.